ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഗ്നി കുതിരകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതിനോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനോ ആകട്ടെ കർത്താവിൻ്റെ വഴികൾ അത്ഭുതകരവും മനസ്സിലാക്കാൻ കഴിയാത്തതുമാണ്. അവിടെ അവൻ്റെ ദാസന്റെ സംരക്ഷിക്കാൻ കർത്താവ് കുതിരകളെയും അഗ്നിരഥങ്ങളെയും അയക്കുന്നത് നാം കാണുന്നു. എലീശ ലളിതവും എളിമയുമുള്ളതുമായ ഒരു ജീവിതം നയിച്ചു. അവൻ്റെ അരികിൽ ഒരു ദാസൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ഈ ദൈവപുരുഷനോടുള്ള ശത്രുതയിൽ നിറഞ്ഞ സിറിയയിലെ രാജാവ് കുതിരകളെയും രഥങ്ങളെയും ശക്തമായ ഒരു സൈന്യത്തെയും അവൻ്റെ നേരെ അയച്ചു. അവർ രാത്രി എത്തി നഗരം വളഞ്ഞു എന്ന് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ സിറിയൻ സൈന്യത്തിനെതിരെ എലീശയ്ക്ക് വേണ്ടി ആരാണ് യുദ്ധം ചെയ്തത്? സിറിയൻ രാജാവിന്റെ കയ്യിൽ നിന്ന് അവനെ ആരാണ് രക്ഷിച്ചത്? എലീശയുടെ ദാസൻ സൈന്യത്തെ കണ്ടപ്പോൾ, അയ്യോ, എൻ്റെ യജമാനെ, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് നിലവിളിച്ചു. എന്ന എലീശ മറുപടി പറഞ്ഞു, ഭയപ്പെടേണ്ട, കാരണം നമ്മോടൊപ്പമുള്ളവൻ അവളോടൊപ്പമുള്ളവരെക്കാൾ കൂടുതലാണ്. അതെ, എലീശയ്ക്ക് ആത്മീയ കണ്ണുകൾ ഉണ്ടായിരുന്നു. തന്നെ സംരക്ഷിക്കാൻ കർത്താവ് അയച്ച അഗ്നികുതിരകളെയും രഥങ്ങളെയും കാണാൻ കഴിയുന്ന കണ്ണുകൾ. അതുകൊണ്ടാണ് അവന്റെ ഹൃദയം ഇളകിയത്. അതുപോലെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ കഥ നമുക്കറിയാം. രാജാവിന്റെ സ്വർണ്ണ പ്രതിമയെ വണങ്ങാൻ അവർ വിസമ്മതിച്ചതിനാൽ അഗ്നിചൂള പതിവിലും 7 മടങ്ങ് കൂടുതൽ ചൂടാക്കി അവരെ തൽക്ഷണം ചാരമാക്കാൻ തക്ക ചൂടുള്ള ഒരു തീ. വാസ്തവത്തിൽ അവരെ ചൂളയിലേക്ക് എറിഞ്ഞ പുരുഷന്മാരെ തീജ്വാലകൾ ദഹിപ്പിച്ചു. എന്നാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ കാര്യമോ? അവരുടെ ശരീരത്തിൽ തീയ്ക്ക് ശക്തിയില്ലായിരുന്നു. അവരുടെ തലയിലെ മുടി കരിഞ്ഞിരുന്നില്ല. അവരുടെ വസ്ത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. തീയുടെ ഗന്ധം അവരുടെ മേൽ ഉണ്ടായിരുന്നില്ല എന്ന് ദാനിയേൽ 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ അവരുടെ ഉള്ളിൽ ഇതിനകം കത്തുന്നതിനാൽ അവർക്ക് തീയിൽ നിന്ന് കേടുപാടുകൾ സംഭവിച്ചില്ല. ഈ സ്വർഗീയ തീ ഭൂമിയിലെ ജ്വാലകളേക്കാൾ വളരെ വലുതായിരുന്നു. അതിനാൽ അതവരെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. അതിലുമുപരി കർത്താവായ യേശുക്രിസ്തു തന്നെ ചൂളയിൽ 4ാമത്തെ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം നടന്നു. ചന്ദ്രന്റെ സൗമ്യമായ വെളിച്ചത്തിൽ നടക്കുന്നത് പോലെ അവർ അവനോടൊപ്പം ചൂളയിൽ ചുറ്റി നടന്നു. ഓ, എന്തൊരു മഹത്തായ കാഴ്ചയായിരിക്കണം അത്! ദൈവമക്കളെ, നിങ്ങൾ ഏത് പരീക്ഷണത്തിന്റെ അഗ്നിചൂളയെ നേരിട്ടാലും കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ മതിലായി സ്ഥാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് 3-ാം അധ്യായം 2-ാം വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 4-ാം അധ്യായം. ആമേൻ.